ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല. ഉം. എവിടെ നിന്നാലും എവിടെയും പോരാടി ജയിക്കുന്നത്. വടകരയിൽ വിട്ടാൽ അവിടെ ജയിക്കും. അവസാനം എന്തു പറ്റി? ശൈലജ ടീച്ചറെ വെട്ടിയാൽ ഒരുപാട് എതിർപ്പുകൾ വരും. ചതച്ചാലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഉയർത്തി നിർത്തിയാൽ കുഴപ്പമില്ല. ഒന്ന്, അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പുകളെല്ലാം അദ്ദേഹം ഭംഗിയായിട്ട് നോക്കി. PWD ആണെങ്കിൽ റോഡ്സിൻ്റെ അവിടെ അഴിമതി തുടച്ചു നീക്കുന്നതിന് ശ്രമിച്ചു എന്ന് മാത്രമല്ല, റോഡ്സിൻ്റെ പാലം മറ്റെല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു. ഓക്കെ. പിന്നെ വിഷമം പിടിച്ച് ദേവസ്വം ബോർഡ് കിട്ടിയിട്ട് പോലും അദ്ദേഹം ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. PR ആണെന്ന് ചോദിച്ചാൽ PR ആണ്, അല്ലെങ്കിൽ അതിന് ആ ഒരു ശൈലി അവർക്കുണ്ട്. പിന്നെ അവരുടെ PR എപ്പോഴും അവരുടെ മുഖഭാവം, അവരുടെ സംസാരം തന്നെയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. അങ്ങ് അകലെ ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ നടത്തുന്ന സൈനിക നീക്കത്തിനിടയിലും ഇവിടെ രാഷ്ട്രീയ ചൂട് ഇപ്പോൾ കുറച്ച് ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുമുന്നണിക്കുള്ളിലേക്ക് നോക്കുമ്പോൾ, CPM-ന്റെ ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പുകയുന്നോ എന്നുള്ള സംശയമാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. KK ശൈലജ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടി വിജയിച്ച CPM നേതാവ്. അവർക്ക് സ്വന്തം മണ്ഡലം ലഭിച്ചിട്ടില്ല, മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു വാർത്ത, G. സുധാകരൻ CPM അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ളത്. എന്താണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്? പൊതുജനങ്ങൾക്കിടയിൽ വലിയ പേരുകേട്ട നേതാക്കളാണിവർ. അതും മറന്നുകൂടാ. ഈ സാഹചര്യത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ് കാര്യങ്ങൾ വിലയിരുത്തുവാനായി രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ശൈലജ ടീച്ചറുടെ കാര്യമെടുക്കാം. മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റിയിരിക്കുന്നു. സണ്ണി ജോസഫ് ആയിരിക്കും എതിരാളി. കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പിലും വിജയിച്ചു വന്ന സണ്ണി ജോസഫിന് മുന്നിലേക്ക് ശൈലജ ടീച്ചറെ എന്തിനായിരിക്കും ഇറക്കിയത്? സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ കരുത്തയായ ഒരു സാരഥിയെ വേണം എന്നുള്ളതായിരിക്കുമോ, അതോ അതിന് പിന്നിൽ ഏതെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടാകുമോ? താങ്കൾ പറഞ്ഞ അവസാനത്തെ പോയിന്റിലേക്കാണ് ഞാൻ ആദ്യം വരുന്നത്. അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്നതിനകത്ത് 3 ഘടകങ്ങളുണ്ട്. ഒരുത്തനെ കൂടുതൽ വളർന്നാൽ വെട്ടി നിരത്താനായിട്ട് അരിവാൾ. ഇപ്പോഴത്തെ പാർട്ടിയുടെ കാര്യമാണ്. ഇപ്പോഴത്തെ പാർട്ടിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് നാളായിട്ട് മാത്രം വരുന്ന ഒരു ട്രെൻഡാണ്. ആരെങ്കിലും കൂടുതൽ വളർന്നാൽ വെട്ടി അരിഞ്ഞ് ലെവലാക്കും. അതിന് 51 വെട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കും. അതായത് ഇപ്പോഴും നിൽക്കുന്ന നേതാവിനേക്കാൾ മുകളിലേക്ക് വളർന്നു എന്ന് തോന്നലുണ്ടായാൽ തീർച്ചയായിട്ടും വെട്ടി നിരത്തും. രണ്ടാമത്തേത് ചുറ്റികയാണ്. അത് ഒന്ന് ചതച്ച് പരുവത്തിലാക്കി നിർത്തുന്ന സംവിധാനമാണ്. പൂർണ്ണമായിട്ടും വെട്ടി നിരത്തൂല, ചതച്ച് അതിനെ ഒരു പരുവത്തിലാക്കി നിർത്തും. അപ്പൊ ആ ചതയൽ ഒതുങ്ങി നിൽക്കുന്നവനെ പിന്നെയും തുടരാൻ അനുവദിക്കും. നമ്മുടെ സുരേഷ് കുറുപ്പ് മോഡലിലുള്ളവരെയൊക്കെ അങ്ങനെ കൊണ്ടുപോകും. ചതഞ്ഞ് അങ്ങനെ ഒരു മൂലയ്ക്ക് പോയി അങ്ങനെ ഇരുന്നോളും, വലിയ കുഴപ്പമൊന്നും ചെയ്യില്ല. തോമസ് ഐസക് വരെ ഒരിടയ്ക്ക് ചതഞ്ഞോ എന്ന് നമ്മൾ സംശയിച്ചാണ്, പിന്നെ ഇപ്പം അങ്ങോട്ട് കയറി വരുന്നുണ്ട്. പിന്നീട് ഒന്നുള്ളത് നക്ഷത്രമാണ്. അവരെ അങ്ങനെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകും. നക്ഷത്രത്തെ പോലെ ഉയർത്തിക്കൊണ്ടു പോകും. അത് വലിയ ഒരു വ്യക്തിത്വമാണ്. ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല. എവിടെ നിന്നാലും എവിടെയും പോരാടി ജയിക്കുന്നത്. വടകരയിൽ വിട്ടാൽ അവിടെ ജയിക്കും. അവസാനം എന്തു പറ്റി? അവിടെ പൊട്ടി. ജയിച്ചിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പാർലമെന്റ് അംഗം എന്ന് പറഞ്ഞ് ഇത്തവണ സീറ്റ് കൊടുക്കാതെ അവർ രക്ഷപ്പെട്ടേനെ. പാർലമെന്റ് അംഗത്തിന് ഇപ്പോൾ നിയമസഭ സീറ്റ് കൊടുക്കണ്ടല്ലോ, അങ്ങനെ തീരുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ജയിച്ചുമില്ല. ഇപ്പതാ വീണ്ടും അതുപോലെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്, മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക്. അതായത് 2ാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചു ഏവരും, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം തന്നെ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു സ്ഥാനവും കൊടുത്തില്ല. അപ്പോൾ അവിടെ തുടങ്ങി കാര്യങ്ങൾ അല്ലേ? അതെ, അന്നേ തുടങ്ങി കാര്യങ്ങൾ. അന്ന് അതിനു മുമ്പേ തുടങ്ങി. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള മാർക്സിസ്റ്റ് നേതാവാരാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? ഈ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ വന്നത് ഒരു തെറ്റാണ്. അങ്ങനെ രണ്ടാമത്തെ വരാൻ പാടുള്ളായിരുന്നു. ആ ഭൂരിപക്ഷം ഇച്ചിരി കൂടിപ്പോയി. അപ്പൊ അതൊന്ന് ലെവലാക്കാൻ ഞാൻ പറഞ്ഞ 3 മാർഗങ്ങളാണ്. ഒന്ന് വെട്ടി നിരത്തുക, ചതച്ച് നിർത്തുക, ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ശൈലജ ടീച്ചറെ വെട്ടിയാൽ ഒരുപാട് എതിർപ്പുകൾ വരും, ചതച്ചാലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഉയർത്തി നിർത്തിയാൽ കുഴപ്പമില്ല. ഇതേ രീതി തന്നെയല്ലേ P. ജയരാജനെതിരെയും പറ്റിയത്? ഈ അടവ് തന്നെയല്ലേ? ഇത് ഇവിടെ മാത്രമല്ല, ഇനി ഒരു VS അച്യുതാനന്ദൻ ഉണ്ടാവാൻ പാടില്ല. തലയ്ക്ക് മേൽ ഒരു
ആൾ വരരുത്. പക്ഷെ അന്ന് പി ജയരാജന് വേണ്ടി സ്തുതി പാഠകരൊക്കെ ഉണ്ടായി, സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനുകൾ നടന്നു, പി ജെ ആർമി എന്നുള്ള പേരിൽ വന്നു, ഇത് പാർട്ടിക്ക് വിരുദ്ധമാണ്, ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പക്ഷേ പാർട്ടിക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് വെട്ടിനിരത്തിയതാണ് എന്നുള്ളതാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള അവകാശവാദം. ഇതിൽ ഓരോ സമയത്ത് ഓരോ അവകാശവാദങ്ങൾ വരും, അവകാശവാദങ്ങളും അതിന് പറ്റിയ ആയുധങ്ങളും എടുത്തുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകും. പക്ഷേ ഇവർ തന്നെയല്ലേ സാക്ഷാൽ പിണറായി വിജയന് ഗീതം പാടിയത്? അത് പാടിയോണ്ട് മാത്രം കാര്യമില്ല, ഒതുങ്ങി നിൽക്കാനും കൂടെ പഠിക്കണം. കാരണഭൂതൻ ചതഞ്ഞ പോലെ നിൽക്കണം. അതെ, ചതഞ്ഞ പോലെ നിൽക്കണം, അല്ലെങ്കിൽ ഇച്ചിരി ഒതുങ്ങി നിൽക്കണം. വലുതാവാൻ പാടില്ല. വലുതായാൽ അവിടെ പ്രൊഫ്യൂഷസിന്റെ അവസ്ഥ വരും. കട്ടിലിനൊത്ത വിധത്തിന് വെട്ടി നിരത്തി നിർത്തും. നേരെ ആ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവിൽ എല്ലാവരും നടത്തുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണം. ഇത് തന്നെയാണോ ജി സുധാകരന്റെ കാര്യത്തിലും സംഭവിച്ചത്? നമുക്കറിയാം, നമ്മുടെ വി എസ് അച്യുതാനന്ദന്റെ സമയത്ത് അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ 1ാം ടേമിൽ വന്നപ്പോൾ അവിടെയും വളരെ മിടുക്കനായ മന്ത്രിയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് നേതാവ്. അതെ, ഒന്ന് അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പുകളെല്ലാം അദ്ദേഹം ഭംഗിയായിട്ട് നോക്കി. PWD ആണെങ്കിൽ റോഡ്സിൻ്റെ അവിടെ അഴിമതി തുടച്ചു നീക്കുന്നതിന് ശ്രമിച്ചു എന്ന് മാത്രമല്ല, റോഡ്സിൻ്റെ പിന്നെ ഡെവലപ്മെൻറ്റിന് റോഡ്സിൻ്റെ പാലം മറ്റെല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു. പിന്നെ വിഷമം പിടിച്ച് ദേവസ്വം ബോർഡ് കിട്ടിയിട്ട് പോലും അദ്ദേഹം ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. ദേവസ്വം ബോർഡിൻ്റെ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ആ പീരീഡിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ കള്ളന്മാരവിടെ ഇരുന്നാലും ഒരു മന്ത്രി നല്ലതുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അല്ല, അന്ന് പറഞ്ഞത് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ നമ്മളൊരു ആവശ്യം പറഞ്ഞാൽ അത് ജെനുവിനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ ചെയ്തിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതൊരു ജൂനിയർ VS ആയിട്ട് നിൽക്കുകയായിരുന്നു, വന്നതാണ്. അപ്പോൾ അങ്ങനെ ജൂനിയർ VS സീനിയർ ആയപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെയും ഒരു ചർച്ച നിർത്തൽ അത്യാവശ്യമാണ്. ചിലർ പറഞ്ഞത് അദ്ദേഹം സത്യസന്ധനാണ്, അഴിമതി ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് എടുത്തു ചാടി ചില വർത്തമാനം പറയുന്ന ഒഴിച്ചാൽ അദ്ദേഹം 100% ബാക്കിയെല്ലാത്തിനും പെർഫെക്റ്റ് ആണ്. സത്യസന്ധത അല്പം കൂടിപ്പോയതാണ്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉജ്ജ്വലമായ പ്രതികരണം അദ്ദേഹം നടത്തിക്കുക. അത് മാത്രമേ അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഞാൻ കണ്ടിട്ടുള്ളൂ, ബാക്കി മുഴുവൻ പോസിറ്റീവ്. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, മനസ്സിലായി, ഈ ഒതുക്കി നിർത്തുക അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ജില്ലയിൽ തന്നെ ഒതുക്കിയത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഒതുക്കിയെന്ന് മാത്രമല്ല, അവസാനം അദ്ദേഹം പിന്നെ പാർട്ടി പരിപാടിക്ക് വരുമ്പോൾ പോലും എന്തിനു കയറി വന്നതെന്നുള്ള രീതിയിലുള്ള ഭാവം, പ്രവർത്തനം, കുട്ടി സഖാക്കൾ വരെ നേതാക്കൾ പോലും അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഇട്ട് കൊട്ടുക. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, എന്നെ ഈ ഇന്നലെ വന്ന പിള്ളേരെല്ലാം കൂടെ ഇട്ട് കൊട്ടുന്ന കണ്ടോ, പാർട്ടിയിൽ ആരും ചോദിക്കാനില്ല എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്ന അവസ്ഥ വന്നു. എന്നിട്ടും അതിന് പരിഹാരമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപിൽ വന്നത് CPM-നെ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കുമെന്ന് അങ്ങ് തോന്നുന്നുണ്ടോ? കാരണം ഇത്രയും നമ്മൾ നോക്കുമ്പോൾ ഒരു ബോൾഡ് ഡിസിഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ചില നേതാക്കളെ മാറ്റി നിർത്തുന്നു ഞങ്ങൾ. KK ശൈലജ, ഓക്കെ, ശൈലജ പേരാവൂരിൽ പോയി മത്സരിക്കട്ടെ, അവരുടെ മണ്ഡലമായിരുന്നല്ലോ അത് എന്നാണ് പറയുന്നത്. മുൻപ് സണ്ണി ജോസഫ് 3900 കണ്ട വോട്ടിന് 4000 വോട്ടെന്ന് പറയാം, കഴിഞ്ഞ തവണ തോൽപ്പിച്ചതാണ്. അതിന് മുമ്പത്തെ തവണ 8000-ൽ പര വോട്ടിനാണ് തോൽപ്പിച്ചത്. അവിടെയൊന്നും അത്ര പെട്ടെന്ന് ശൈലജ ടീച്ചർക്കല്ല ആർക്കായാലും കയറി രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ശൈലജ ടീച്ചറുടെ വ്യക്തിത്വത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവർക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ അറിയാം, ജനങ്ങളോട് പെരുമാറാൻ അറിയാം. ഇതിന് ഇപ്പോൾ നമ്മുടെ പിന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വിഷയം പോലും അവരായിരുന്നെങ്കിൽ വേറൊരു വിധത്തിലൊരു നാടകം കളിച്ചതിനെ കൊണ്ടുപോയതിന്. അയ്യോ പിള്ളേരല്ലേ, പിള്ളേർ ഒന്ന് കൊടി കാണിച്ചു, അത് കളയൂ, പാവം പിള്ളേരല്ലേ, കൊച്ചു പിള്ളേർ എന്നൊക്കെ പറഞ്ഞ് അതിനെ നൈസായിട്ട് കൊണ്ടുപോകാൻ ടീച്ചർക്കറിയാം. ഇത് പലപ്പോഴും അവരങ്ങനെ, ഇവിടെ ഹൈക്കോടതി ബെഞ്ച് സമരം നടന്നപ്പോൾ ഞാൻ ഒരിക്കൽ സത്യാഗ്രഹം കിടന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എനിക്ക് അയ്യോ ഒരു ദിവസമേ ഉള്ള സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹം, അയ്യോ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ ആഹാരം കഴിക്കാതെ. ടീച്ചർക്ക് അറിയാവുന്ന ഒരു ബുദ്ധിമുട്ടല്ലെന്ന്, ഒരു ദിവസത്തേലേ ഉള്ളൂ. രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്, പിന്നെ വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കും, രാത്രി ആകുമ്പം കിടന്നുറങ്ങും, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നരങ്ങാതിരുന്നെന്ന് നമ്മളെ എണീപ്പിച്ചു വിടും. അതിനകത്ത് വലിയ, എന്നാലും ടീച്ചർ ചോദിക്കുന്നത് അങ്ങനെയാണ്, അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ക്ലേശമല്ലേ. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അതൊരു നമുക്കും ഒരു സമീപനമായിട്ട് തോന്നും. ഇത് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ജനത്തിനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് നല്ല പോലെ അറിയാം. അതാണ് അവരുടെ ഒന്നാമത്തെ മിടുക്ക്. പക്ഷെ വേറെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പലരും പറയുന്നുണ്ട് അപ്പോൾ ഇത്ര ജനകീയനായി പോയി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതെ, ജനകീയനായി പോയി എന്നുള്ളൊരു വിഷയമുണ്ട്. ഒപ്പം തന്നെ വേറൊരു കാര്യം പറഞ്ഞത്, യഥാർത്ഥത്തിൽ ശൈലജ ടീച്ചർക്ക് നല്ലൊരു PR ടീം ഉണ്ടായിരുന്നു. ആ PR ടീമിൻ്റെ ബലത്തിലാണ് ശൈലജ ടീച്ചർ പേരെടുത്തത് എന്നാണ് പറയുന്നത്. അവർക്ക് PR ടീമിനേക്കാൾ കൂടുതൽ കൂടെ നിൽക്കുന്നവരെ അവർ മാക്സിമം യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ്.
അവരുടെ കാലത്ത് ആരോഗ്യ സെക്രട്ടറി ആയിരുന്ന ആള് പിന്നെ പിന്നെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ ഒക്കെ എന്നോട് പറഞ്ഞ് രാവിലെ 7 മണിക്ക് അവർ റെഡിയായിരിക്കും. മന്ത്രിമാരും അവരുടെ ഓഫീസിൽ വന്ന് മറ്റ് സെക്രട്ടറിമാരും ഡയറക്ടർമാരും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യും, ഇന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചർച്ച ചെയ്ത് അതെല്ലാം അവർ കുറിച്ചെടുക്കും. അത് നടപ്പിലാക്കാൻ അവർ പലപ്പോഴും ശ്രമിച്ചിരുന്നു. ഈ കോവിഡ് കാലത്തും അവർ കുറേ പാർട്ടി നിർബന്ധിച്ച ചില കാരണങ്ങളാൽ അവർക്ക് ചില വെട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർ ഈ ദൈനംദിന പ്രവർത്തനം വലിയ കുഴപ്പമില്ലാതെ ഈ വകുപ്പുകളിൽ കൊണ്ടുപോകാനുള്ള ചില സൂത്രങ്ങൾ അവർക്കറിയാമായിരുന്നു. അത് PR ആണെന്ന് ചോദിച്ചാൽ PR ആണ്, അല്ലെങ്കിൽ അതിന് ആ ഒരു ശൈലി അവർക്കുണ്ട്. പിന്നെ അവരുടെ PR എപ്പോഴും അവരുടെ മുഖഭാവം, അവരുടെ സംസാരം തന്നെയാണ്. അതിൽ അഭിനയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ അഭിനയം നമ്മുടെ വീണ ജോർജിൻ്റെ അഭിനയം പോലെ ബോറായി പോവില്ല. അത് അവർ തന്മയത്വമായിട്ട് അയ്യോ അങ്ങനെ ചെയ്യാമോ, അയ്യോ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മിടുക്ക്, എതിരാളികൾക്ക് പോലും ദേഷ്യം തോന്നില്ല, ദേഷ്യം തോന്നാതെ കൊണ്ടുപോകാനുള്ള ഒരു മിടുക്കുണ്ട്. ആ മിടുക്ക് ചിലപ്പം കുഴപ്പമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യം കൊണ്ട് മാത്രം പാർട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നുള്ളത് ആലോചിക്കണം. കാരണം കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്, സമ്മതിച്ചു. കേഡർ സ്വഭാവത്തിലുള്ള ആൾക്കാരുടെ മുഴുവൻ വോട്ടും ആ പാർട്ടിക്ക് കിട്ടും. ആ പാർട്ടിക്ക് എല്ലാ മണ്ഡലത്തിലും നിശ്ചിത വോട്ടുണ്ട്. ആ വോട്ടിന് അപ്പുറം പിടിക്കാനുള്ള ഇത് മാത്രം ഒരു MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആൾ നോക്കിയാൽ മതി. പക്ഷേ ഇതിൽ ഒരുപാട് അനുഭാവികളുണ്ട്, സഹയാത്രികരുണ്ട്, ഇടയിൽ സഹയാത്രികരുണ്ട്. അവർക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്. ആ വിഷമങ്ങൾ ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ അത് കൂനിന്മേൽ കുരുവായി കൂടുതൽ വോട്ട് നഷ്ടപ്പെടാതിരുന്നാൽ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. തീർച്ചയായിട്ടും. ഏതായാലും ഇടതുപക്ഷത്തിന്റെ ക്യാമ്പിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന വാർത്തകൾ അവർക്കത്ര ഭൂഷണമല്ല എന്ന വിലയിരുത്തലാണ് പലരും നടത്തിയിരിക്കുന്നത്. KK ശൈലജയെ പോലൊരാളെ അതൃപ്തി ഉണ്ടാക്കും വിധം മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്, അതിനെന്ത് ന്യായീകരണങ്ങൾ ഉണ്ടായാലും അതൊന്നും തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഉതകുന്നതല്ല എന്ന് അറിയുക നേതൃത്വം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് അവർ പറഞ്ഞേക്കും. പക്ഷേ തിരഞ്ഞെടുപ്പിൽ അതൊക്കെ ഒരു ഘടകമല്ലേ സാർ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം G. സുധാകരൻ എന്ന സത്യസന്ധനായ CPM-ന് വേണ്ടി എന്നും നിലകൊണ്ട, ഒരു കാരണവശാലും പാർട്ടിക്ക് വിരുദ്ധമായി നീങ്ങാത്ത നേതാവിനെ അവഗണിച്ച് ഒരു മൂലയിലിരുത്തിയിട്ട് കുറേ നാളായി അദ്ദേഹം സഹികെട്ട് പറഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന്. അതും ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ. ഭൂഷണമല്ല നിങ്ങൾക്ക്, ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരും. നിഷ്പക്ഷരായ ജനങ്ങളോട്, ഒപ്പം തന്നെ നിങ്ങളുടെ അനുഭാവികളോട്. തിരുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് തിരുത്തണം സാർ. ഇല്ല എങ്കിൽ തിരിച്ചടി വളരെ വലുതായിരിക്കും. വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.